ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷോർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ അപ്ഡേറ്റ്സ് പ്രകാരം 2026 നടക്കേണ്ട സെറ്റ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ഓൾറെഡി LBSൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി അറിയിച്ചതുമാണ്. അപ്പോൾ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതോടൊപ്പം തന്നെ ടെൻറ്റേറ്റീവ് ഡേറ്റും ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ് 2026 ആദ്യത്തെ ഫേസ് ഓഫ് സെറ്റ് എക്സാം നടക്കാനായിട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, എനിക്ക് തോന്നുന്നു കുറച്ചധികം ഒരു 4-5 വർഷങ്ങൾക്ക് ഇടയിലുള്ള ഈ ഒരു സെറ്റ് എക്സാമിൻ്റെ ഒരു രീതി, എക്സാം നടത്തുന്ന രീതി പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ സെറ്റ് എക്സാം ഫേസ് 1 ജനുവരി ലാസ്റ്റ് അല്ലാതെ ഫെബ്രുവരിയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. എന്നാൽ അതിൽ നിന്ന് വിപരീതമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സെറ്റ് എക്സാം ഫേസ് 2 ജൂലൈയിൽ സാധാരണ നടക്കേണ്ട എക്സാം ഓഗസ്റ്റിലേക്ക് നീട്ടിയത്. അപ്പോൾ അത് പ്രകാരം ആ ഒരു മാസം അവിടെ നീട്ടിയതോടുകൂടി ഇവിടെയും ഈ ഒരു 2026 നടക്കേണ്ട സെറ്റ് എക്സാമും ഒരു മാസം നീട്ടിയിരിക്കുകയാണ്. അത് പ്രകാരമാണ് ഫെബ്രുവരി മാസം 22-ാം തീയതിയിലേക്ക് നമ്മുടെ ഈ ഒരു പ്രാവശ്യത്തെ സെറ്റ് എക്സാമിൻ്റെ ഫേസ് 1 2026 എക്സാം നീട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മുന്നിൽ പഠിക്കാനുള്ള സമയം കൂടിയാണ് അതുവഴി നീട്ടിക്കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മുതൽ ഏകദേശം ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി നോക്കുകയാണെങ്കിൽ 3 മാസം സമയം ഇനിയും നിങ്ങൾക്ക് മുന്നിലുണ്ട്. 3 മാസം എന്ന് പറയുമ്പോൾ ആലോചിക്കണം, ശരാശരി ഒരു 90 ദിവസമാണ് നിങ്ങൾക്ക് മുന്നിൽ ലഭ്യമാകുന്നത്. ആ 90 ദിവസങ്ങൾക്കിടയിൽ തന്നെ ഫെസ്റ്റിവൽ ഡേയ്സും മറ്റു പല കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നിങ്ങൾ പഠനം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിലനിൽക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെറ്റ് ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചു തുടങ്ങാമെന്നാണ്. സെറ്റ് ജനറൽ പേപ്പർ 1 എങ്ങനെ പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇനി വരുന്ന ഈ ഒരു ചാനലിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ ഈ ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോമിലൂടെ സെറ്റ് ഇംഗ്ലീഷും സെറ്റ് ജനറൽ പേപ്പർ 1 നൽകുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെ സെറ്റ് ഇംഗ്ലീഷിന് പഠിച്ചു തുടങ്ങാം എന്ന കാര്യമാണ് മെയിനായിട്ടും പഠിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, സെറ്റ് ഇംഗ്ലീഷ് സിലബസിൽ എന്തൊക്കെയാണ് LBS നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ അസൈൻ ചെയ്ത് തന്നിരിക്കുന്നതെന്നാണ് നോക്കുക. ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. പ്രധാനമായിട്ടും 6 യൂണിറ്റുകളാണ് സെറ്റ് ഇംഗ്ലീഷ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ ഏജ് ഓഫ് ചോസർ ടു റൊമാൻറ്റിക് ലിറ്ററേച്ചർ വരെയുള്ളതും, തുടർന്ന് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ടു മോഡേൺ പീരീഡും അങ്ങനെ കണ്ടംപററി പീരീഡ് വരെയാണ് 1 മുതൽ 3-ാമത്തെ യൂണിറ്റ് വരെ സെറ്റ് ഇംഗ്ലീഷ് സിലബസിൽ തന്നിരിക്കുന്നത്. ദെൻ 4-ാമത്തെ യൂണിറ്റായിട്ട് തന്നിരിക്കുന്നത് പ്രധാനമായിട്ട് വേൾഡ് ലിറ്ററേച്ചറാണ്. വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മറ്റ് പല രാജ്യങ്ങളിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എപ്രകാരമാണ് ഫ്ലറിഷ് ചെയ്ത് വന്നിട്ടുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളതെന്നൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് 4-ാമത്തെ യൂണിറ്റിൽ പറയുന്നത്. 5-ാമത്തേലേക്ക് വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ലിംഗ്വിസ്റ്റിക് ടച്ചിലുള്ള ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ലിറ്റററി ക്രിറ്റിസിസം അല്ലെങ്കിൽ ലിറ്റററി തിയറിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കൃത്യമായിട്ട് എനിക്കൊന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും ഏകദേശം കവർ ചെയ്യുന്ന തരത്തിലൊരു കൃത്യമായ ഒരു ഫണ്ടമെൻ്റൽ സിലബസാണ് LBS പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് ഇല്ലെങ്കിൽ ആസ് എ സെറ്റ് ആസ്പിരൻ്റ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ കൃത്യമായി ഫോക്കസ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു, ഏതൊക്കെ രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലെ ചോദ്യ രീതികൾ മാറി മാറി വരുന്നുകൊണ്ടിരിക്കുന്നത്, അതിന് കൃത്യമായി അഡാപ്റ്റ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായി ഒരു കാര്യം അറിയിക്കുന്നു, നമ്മുടെ ഈ ഒരു പ്രാവശ്യം ഫെബ്രുവരി മാസം നടക്കുന്ന സെറ്റ് എക്സാമിൽ സെറ്റ് ഇംഗ്ലീഷിനും സെറ്റ് ജനറൽ പേപ്പർ 1-നും വേണ്ടി കൃത്യമായ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. വളരെ താരതമ്യേന കുറഞ്ഞ ഫീസിൽ തന്നെയാണ് അത് 2 പേപ്പർ നമ്മൾ നൽകുന്നത്. നിങ്ങൾക്ക് ഏത് പേപ്പർ വേണമെങ്കിലും, 2 പേപ്പർ ആണെങ്കിൽ ആ രീതിയിലും, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും സെപ്പറേറ്റ് പേപ്പറാണ് വേണമെങ്കിൽ ആ രീതിയിലും നമ്മൾ കോച്ചിങ് നൽകുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായ മെറ്റീരിയൽസും വീഡിയോ ക്ലാസ്സുകളും PYQ ഡിസ്കഷൻസും ഡൗട്ട് ക്ലിയറൻസ് പ്ലാറ്റ്ഫോമും മോക്ക് എക്സാമും മോഡൽ എക്സാമും എല്ലാം ഉൾപ്പെടുന്ന ഒരു കോഴ്സ് സ്ട്രക്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. താരതമ്യേന മറ്റേതൊരു അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതിലും ഫീസ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ
രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാം. സോ നമുക്ക് നോക്കാം ഈ ഒരു സെറ്റ് ഇംഗ്ലീഷ് സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ നമുക്ക് നോക്കാം ബിഗിനിങ് ഓഫ് ദ ചോസേഴ്സ് ഏജ് ആണ്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അതാണ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയാണ് പ്രധാനമായിട്ട് അവിടെ വന്നിരിക്കുന്നത്. ചോസർ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള ഈവൻസ് ഉണ്ട്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഈവൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഇതിൽ നിന്ന് ചോദ്യം വരിക എന്ന് വെച്ചാൽ കൂടുതലും ഡേറ്റ്സ് അല്ലെങ്കിൽ ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ഈവൻറ്റ് ഇല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റെബല്ലിയൻ നടന്ന വർഷം ഏതാണ്. സോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു രീതിയിൽ ചോദ്യം ചോദിക്കാമെന്നുള്ളത് ഓഡ് വൺ ഔട്ട് എന്ന രീതിയിലാണ്. ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടംപററീസ് ഓഫ് ചോസർ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും തരിക. അതിൽ ചിലപ്പോൾ ഉൾപ്പെടാത്തൊരു വ്യക്തി ഉണ്ടാവും. അപ്പോൾ അതാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഹു ആർ കൺസിഡേർഡ് ടു ബി ദ കണ്ടംപററീസ് ഓഫ് ജോഫ്രി ചോസർ എന്ന രീതിയിലുള്ള ഒരു ബേസിക് സ്റ്റഡി പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും ഈ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് സെക്ഷനിൽ നിന്നും പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ളത്. ദെൻ മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ്. ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. വില്യം കാക്സ്റ്റൺ ഇതിൽ ഒരു ഇയർ വേണമെങ്കിൽ ചോദിക്കാം. പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ വന്നിട്ടുള്ള നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള വർഷം ഏതാണ്. മാലറി, സോങ്സ് ആൻഡ് ബാലഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ തോമസ് മൂറിൻ്റെ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞ വർക്ക് പ്രധാനമായിട്ട് ലാറ്റിനിലാണ് ആദ്യമായിട്ട് ഒറിജിനൽ ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തത്. ദെൻ പിന്നീട് അത് എന്ത് ചെയ്തു, ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ്. ആ ഒരു ഇയർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെയാണ് പിന്നീട് വരുന്ന വൈറ്റ് ആൻഡ് സറേ ഉണ്ട്. ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് സോണറ്റ് സിസ്റ്റം. അതിൽ ഈ പറയപ്പെടുന്ന പല ടൈപ്പ് ഓഫ് സോണറ്റ്സ് ഉണ്ട്. ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ഉണ്ട്, പെട്രാർക്കൻ സോണറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ അതിൻ്റെ ഓരോ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ഇത് കൃത്യമായിട്ട് സോണറ്റ് എന്താണ്, അതിൽ ഏതൊക്കെ ടൈപ്പാണുള്ളത്, അതിൽ തന്നെ എത്ര ലൈൻസ് കൂടുന്നതിനാണ്, ഓരോ ഡിഫറെൻറ്റ് പേരിലാണ് അറിയപ്പെടുന്നത്. അതൊക്കെയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ അറിയേണ്ടത്. ദെൻ ഫിലിപ്പ് സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്ന വർക്ക് എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഐഡിയാസ് എന്താണ്. അതിൽ തന്നെ ആലോചിക്കണം, ഫിലിപ്പ് സിഡ്നി ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റിന് എതിരായിട്ടാണ് അപ്പോളജി ഫോർ പോയട്രി എന്ന് പറയപ്പെടുന്നൊരു വർക്കും ഫിലിപ്പ് സിഡ്നി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ റിവഞ്ച് ട്രാജഡിയിലേക്കൊക്കെ വരുമ്പോൾ തോമസ് കിഡിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണ്. അതിൽ തന്നെ ദെൻ ആരായിരുന്നു, ക്രിസ്റ്റഫർ മാർലോയുടെ വർക്ക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അതിൽ തന്നെ ഡോക്ടർ ഫോസ്റ്റസ് ഉണ്ട്. ബ്ലാങ്ക് വേഴ്സ് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന മാർലോ ആണ്. ദെൻ ബെൻ ജോൺസൺ, കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ വളരെ പ്രധാനമായിട്ട് നോക്കുക. ദെൻ എലിസബത്തൻ തിയേറ്ററിൽ വരുന്നതാണ്. കുറച്ച് ആ ഒരു തിയേറ്ററിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെയാണ് അവിടെ തന്നിരിക്കുന്നത്. ഓഡിയൻസ്, പാട്രണേജ്, തിയേറ്റേഴ്സ് ഇൻ ലണ്ടൻ, സ്റ്റേജ് കൺവെൻഷൻ, സളിലക്കി, എസൈഡ്, മാസ്ക് എന്ന് പറയും. ദെൻ ഷേക്സ്പിയറിൻ്റെ വരുമ്പോൾ നിങ്ങൾക്കറിയാം കുറേയധികം വർക്ക്സ് എഴുതിയിട്ടുണ്ട്. ഷേക്സ്പിയർ എന്ന് പറയുന്ന സെക്ഷനിലാണ് അതിൻ്റെ ഹെഡിങ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള പോയംസ് വരും, ഡ്രാമാസ് വരും. അതിൽ തന്നെ ഡ്രാമാസിൽ തന്നെ കോമഡീസ് ഉണ്ട്, ട്രാജഡീസ് ഉണ്ട്, ട്രാജിക് കോമഡീസ് ഉണ്ട്, ഹിസ്റ്ററീസ് ഉണ്ട്, പ്രോബ്ലം പ്ലേസ് ഉണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് നിങ്ങൾ ഷേക്സ്പിയർ എന്ന് പറഞ്ഞ ഒറ്റ ടൈപ്പിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ദെൻ പിന്നീട് വരുന്നതാണ് ഈ പറഞ്ഞ മെറ്റഫിസിക്കൽ പോയട്രി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ വരുന്ന ജോൺ ഡൺ വരുന്നുണ്ട്. ദെൻ ആൻഡ്രൂ മാർവൽ ഉണ്ട്. കാനഡൈസേഷൻ പോലുള്ള വർക്ക്സൊക്കെ എഴുതിയ വ്യക്തിയാണ് ഈ പറഞ്ഞ ഡൺ. സോ അതിൽ തന്നെ കുറച്ചധികം മെറ്റഫിസിക്കൽ കൺസീറ്റ് എന്താണ്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വർക്കിലെ ലൈൻ തന്നിട്ട് അത് എക്സാമ്പിൾ ആക്കിയിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും ചിലപ്പോൾ ചോദ്യം വരിക. ദെൻ പ്യൂരിറ്റനിസം. അതിൽ തന്നെ വരുന്ന ഈ പറഞ്ഞ ജോൺ ബനിയൻ്റെ പിലിഗ്രിംസ് പ്രോഗ്രസ്. അതിൽ തന്നെ 2 പാർട്ടൊക്കെ ആയിട്ടാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അതിൽ ഉൾപ്പെടാത്ത ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, ആദ്യത്തെ പാർട്ടിലുള്ളതും രണ്ടാമത്തെ പാർട്ടിൽ ഇല്ലാത്തതുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. ദെൻ മിൽട്ടൺ, പാരഡൈസ് ലോസ്റ്റ് പോലുള്ള വർക്ക്. ദെൻ കോമഡി ഓഫ് മാനേഴ്സ്, വില്യം കോൺക്രീവും വൈഷേർലി പോലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുടെ വരവ്. ദെൻ ഹീറോയിക് ഡ്രാമ വരുന്നുണ്ട്. നിയോ ക്ലാസിക്കൽ ഏജിൽ ജോൺ ഡ്രൈഡൻ പഠിക്കണം, ഡോക്ടർ സാമുവൽ ജോൺസൺ പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഹീറോയിക് ഡ്രാമയിലേക്ക് വരുമ്പോഴും പോപ്പുലർ പ്രോസിലേക്ക് വരുമ്പോഴും ദെൻ ജോൺ ഡ്രൈഡൻ ആൻഡ് പോപ്പ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഡോക്ടർ ജോൺസൺ. അപ്പോൾ ആലോചിക്കുക, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തരികയാണെങ്കിൽ തന്നെ ആലോചിക്കുക അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയ ആണെന്ന് ആലോചിക്കുക. ദെൻ
റൈസ് ഓഫ് ദ നോവൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ സാമുവൽ റിച്ചാർഡ്സിൻ്റെ പാമില, ദെൻ പ്രധാനപ്പെട്ട എന്താ പറയുക ദ പില്ലേഴ്സ് ഓഫ് ദ റാന കോൾഡ് ഫിക്ഷൻ എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ട് സാമുവൽ റിച്ചാർഡ്സൺ ഉണ്ട്, ടോബിയസ് സ്മോളറ്റ് ഉണ്ട്, ഹെൻറി ഫീൽഡിംഗ് ഉണ്ട്, ലോറൻസ് സ്റ്റേൺ ഉണ്ട്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഇവരാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് റൈറ്റിംഗ് കൂടുതലായിട്ട് ഫ്ലറിഷ് ചെയ്യാനായിട്ട് ഇടയാക്കിയിട്ടില്ല. സോ അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ്, അതിലെ പ്രധാനപ്പെട്ട വർക്ക്സിൻ്റെ ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽ, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, അതിൻ്റെ വൺ ലൈൻ സ്റ്റോറി, ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിട്ട് വേണം ഈ ഒരു സെക്ഷനിൽ പോകാൻ. ദെൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന പീരീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾ ന്യൂ ക്ലാസിക്കൽ കഴിഞ്ഞ് നിങ്ങൾ ഇനി റൊമാൻറ്റിക് ഏജിലേക്ക് വരികയാണ്. സോ ഈ ഒരു കാലഘട്ടം ഏകദേശം നമ്മൾ വില്യം ബ്ലേക്ക് പോലുള്ള ആൾക്കാരുടെയൊക്കെ വർക്ക്സൊക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തോമസ് ഗ്രേ, ബ്ലേക്ക് എന്നൊക്കെ പറഞ്ഞ ആ ട്രാൻസിഷൻ പോയട്രിയുടെ കാലഘട്ടം. സോ ഇത്രയാണ് നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ മെയിനായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മളൊന്ന് നോക്കി യൂണിറ്റ് 1 എന്തൊക്കെയാണ് പ്രധാനമായിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ചോസർ മുതൽ വില്യം ബ്ലേക്ക് വരെയുള്ള ഈ ഒരു ടൈം പീരീഡ് മൊത്തം നിങ്ങൾക്ക് ഈ ഒറ്റ യൂണിറ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യും. സോ നിങ്ങൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ട കാര്യം, ഇതിൽ യഥാർത്ഥ ഒരു പഠിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഓരോ മെറ്റീരിയലും, ഈ ഓരോ സബ് ഹെഡിങ്ങിലും പറഞ്ഞ മെറ്റീരിയൽ ആദ്യം കളക്ട് ചെയ്ത് വെക്കുക. ആ കളക്ട് ചെയ്ത് വെച്ച മെറ്റീരിയൽ വെച്ച് നിങ്ങൾ PYQ ചെയ്യുക. ഇതിലെന്താ പ്രശ്നം എന്ന് പറയുന്നത്, ആദ്യത്തെ ദിവസം നിങ്ങൾ കളക്ട് ചെയ്യുന്ന താല്പര്യം രണ്ടാമത്തെ ദിവസം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ പ്രിപ്പറേഷൻ പിന്നീട് കുറച്ചധികം വീക്കായിട്ട് മാറാനുള്ള ചാൻസ്. സോ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളെപ്പോലുള്ള കോച്ചിങ് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ഓൾറെഡി നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ തയ്യാറാക്കി വെച്ച മെറ്റീരിയൽസും നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള PYQ ഡിസ്കഷൻ വീഡിയോസും കൂടി കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 80% നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാം. കാരണം ഇത് വെറുതെ പറയുന്നതല്ല, നമ്മുടെ ഇതിനു മുമ്പുള്ള ബാച്ചുകളിൽ കൃത്യമായ വിജയം കുട്ടികൾക്ക് നേടിക്കൊടുത്തിട്ടുമുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ നിന്ന് പറയുകയാണ്. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഓരോ സബ് ഹെഡിങ്സും വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. കുറേ അധികം നമുക്കറിയാം, ലിറ്ററേച്ചർ ഒരിക്കലും നമുക്കൊരു കൃത്യമായ രീതിയിൽ നിങ്ങൾക്കത് ലിമിറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ വിചാരിച്ച് കഴിഞ്ഞാൽ എത്രയും കാര്യങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കൂട്ടിച്ചേർക്കാനും സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ഒരു കാലത്തും വിട്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഈ ഒരു കോച്ചിങ്ങിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ദെൻ യൂണിറ്റ് 2 വരുമ്പോൾ നിങ്ങൾ ആലോചിക്കും ബിഗിനിങ് ഓഫ് റൊമാൻറ്റിസിസം ആണ്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ആരൊക്കെ, വില്യം വേർഡ്സ്വർത്തും സാമുവൽ ടൈലർ കോളറിഡ്ജ് പോലുള്ള വ്യക്തിത്വങ്ങൾ. അതിൽ തന്നെ പിന്നെ ലേക്ക് പോയറ്റ്സ് എന്താണ്, അത് എന്തുകൊണ്ട് വിളിക്കുന്നു, അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണ്. ദെൻ അതിൽ തന്നെ ഗോത്തിക് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് നോവൽസ് ഉണ്ട്. മേരി ഷെല്ലി, ഫ്രാങ്കൻസ്റ്റീൻ പോലുള്ള വർക്ക്സ് എഴുതിയ വ്യക്തി. ദെൻ പിന്നെ ഹിസ്റ്റോറിക്കൽ വോൾട്ടർ സ്കോട്ടിൻ്റെ, അദ്ദേഹത്തിൻ്റെ തന്നെ വർക്ക്സിനെ വേവേർലി നോവൽസ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്. അതിൽ തന്നെ പിന്നീട് വരുന്ന ഡൊമസ്റ്റിക് നോവലുമായിട്ട് ജെയിൻ ഓസ്റ്റിൻ്റെ വർക്ക്സ് നിങ്ങൾ ആലോചിക്കുക. ക്രൊണോളജി പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. കാരണം അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക്സ് പബ്ലിഷ് ചെയ്ത ഇയറിനനുസരിച്ച് അത് ക്രമീകരിക്കുക എന്നുള്ളതാണ് ആ സെക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. പ്ലസ് വേറെ രീതിയിൽ വരുന്ന പ്രധാനപ്പെട്ട അതിലെ ക്യാരക്ടേഴ്സ്, അവർ എഴുതിയിട്ടുള്ള നോവൽസിലെ ക്യാരക്ടേഴ്സ് തന്നിട്ട് ആ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ആ വർക്ക്സുകൾ ക്രൊണോളജിക്കൽ ഓർഡറിലാക്കാനുണ്ടാവും. ദെൻ ചില കാര്യങ്ങൾ വെച്ചാൽ അൺഫിനിഷ്ഡ് വർക്ക്സ് ഏതാണ് തന്നിരിക്കുന്നതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടാവും. ദെൻ പോസ്റ്റ്യൂമസ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു വർക്ക്സ് ജെയിൻ ഓസ്റ്റിൻ്റെ വർക്ക്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടാവും. നിങ്ങൾ ആലോചിക്കും, ജെയിൻ ഓസ്റ്റിൻ, വോൾട്ടർ സ്കോട്ട്, മേരി ഷെല്ലി, വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോളറിഡ്ജ് എന്ന് പറയപ്പെടുന്ന എഴുത്തുകാരൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ദെൻ ചാൾസ് ലാംബാണ് കൂടുതലും ഈ പറയപ്പെടുന്ന പ്രോസ് സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിൻ്റെ ഒരു എക്സ്പൊണൻ്റായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത്. ദെൻ തോമസ് ഡിക്വിൻസി, അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണ്. ദെൻ JS മിൽ, ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ് സബ്ജുഗേഷൻ ഓഫ് വിമൻ. അതിലെ പ്രധാനപ്പെട്ട ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി അതേ രീതിയിൽ ഇത് ഒരു ഏകദേശം നമുക്ക് ഒരു ഫെമിനിസ്റ്റ് ടൈപ്പ് ഓഫ്, അതാണ് അതിൻ്റെ ഏർലി ഫെമിനിസ്റ്റ് റൈറ്റിംഗ് ആണ് ആ ഒരു കാലഘട്ടത്തിൽ വന്നത്. അതിൽ വരുന്ന മറ്റൊരു വർക്കാണ് ഏത്, എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ബൈ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ബിഗിനിങ് ഓഫ് വിക്ടോറിയൻ ഏജ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ 1 to മൊഡ്യൂൾ 8 വരെയുള്ള സെക്ഷനാണ് നിങ്ങൾക്ക് റൊമാൻറ്റിക് ഏജ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുക. മൊഡ്യൂൾ 9 മുതൽ നിങ്ങൾക്ക് ആ കാലഘട്ടം മാറി വിക്ടോറിയൻ ഏജിലേക്ക് വരികയാണ്. വിക്ടോറിയൻ ഏജിലാണ് ഈ പറഞ്ഞ നമ്മൾ ഏത് കാലഘട്ടം പഠിക്കുകയാണ്, ആ കാലഘട്ടത്തിന് മുമ്പ് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്, ഓരോ കാലഘട്ടവും ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ആ കാലഘട്ടം പിന്നീട് എങ്ങനെയാണ് മറ്റൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ അത് ഡിഫറൻ്റായി വരുന്നു എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ഒരു ബേസിക് പ്രിലിമിനറി സ്റ്റഡി എന്ന രീതിയിൽ നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കുക. ദെൻ വിക്ടോറിയൻ പോയട്രി,
അതിലാണ് DG റോസറ്റി. നിങ്ങൾ ആലോചിക്കും വിക്ടോറിയൻ പോയട്രിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് ഇത് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഡ്രമാറ്റിക് മോണോലോഗ്, വാട്ട് ഈസ് മെൻ ബൈ ഡ്രമാറ്റിക് മോണോലോഗ് ആൻഡ് ഹു ആർ കൺസിഡർഡ് ടു ബി ദ എക്സ്പൊണൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് റൈറ്റിംഗ് നോൺ ആസ് ഡ്രമാറ്റിക് മോണോലോഗ്. അതിന് എക്സാമ്പിൾ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടാൻ ചാൻസ് ഉള്ളതായ വർക്ക്സുകൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദെൻ പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാർ ആരാണെന്ന് നിർബന്ധമായിട്ട് കാണാതെ പഠിക്കും, കാരണം ഇതിലും ഓഡ് വൺ ഔട്ട് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. ദെൻ എസ്തെറ്റിസിസം, എന്താ ആർട്ട് ഫോർ ആർട്സ് സേക്ക് ഉണ്ട്. സോ വേറെ രീതിയിലും ഒരു ആർട്സിനെ നമ്മൾ കൺസിഡർ ഇവിടെ തന്നിരിക്കുന്ന സിലബസ് പ്രകാരം വാൾട്ടർ പേറ്റർ പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള ആർട്ട് ഫോർ ആർട്സ് സേക്കാണ്. സോ ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന രീതിയിൽ ചോദിക്കുക. ദെൻ മാത്യു അർണോൾഡ്, തോമസ് കാർലൈൽ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്. ദെൻ ഈ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വന്നിട്ടുള്ള എഴുത്തുകാരെ പറ്റി അവരുടെ ഒരു ജീവചരിത്രം ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എഴുത്തുകാർ എഴുതിയിട്ട്, അതാണ് വിക്ടോറിയൻ ബയോഗ്രഫി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ലിറ്റൻ സ്ട്രാച്ച് പോലുള്ള, ലെസ്ലി സ്റ്റീഫൻ പോലുള്ള ആൾക്കാർ മറ്റു പല വ്യക്തിത്വങ്ങളുടെയും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിത്വങ്ങളുടെയൊക്കെ ജീവചരിത്രങ്ങൾ എഴുതിയതാണ്. ദെൻ വിക്ടോറിയൻ നോവൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പേരാണ് ചാൾസ് ഡിക്കൻസ്. ഇത് തന്നെയാണ് നമ്മൾ ജെയിൻ ഓസ്റ്റനിൽ കാണുന്നത്. ജെയിൻ ഓസ്റ്റൻ അല്ലെങ്കിൽ ചാൾസ് ഡിക്കൻസിൻ്റെ വർക്ക്സുകളെല്ലാം ക്രൊണോളജിക്കൽ ഓർഡറിൽ നിർബന്ധമായിട്ട് പഠിക്കണം. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് വന്നിട്ട് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. തോമസ് ഹാർഡി വെസ്സെക്സ് നോവലാണ്. നമ്മൾ വാൾട്ടർ സ്കോട്ടിൻ്റെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് വേവേർലി നോവൽസ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്. അതേപോലെയാണ് ഇവിടെ വെസ്സെക്സ് നോവൽസ് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ദെൻ വിക്ടോറിയൻ വിമൻ നോവലിസ്റ്റ്, ഈ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള വിമൻ നോവലിസ്റ്റുകൾ ആരൊക്കെയാണ്? അതിൽ തന്നെ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ബ്രോണ്ടെ സിസ്റ്റേഴ്സ് എന്ന് മനസ്സിലാക്കുക. ആ ഓരോ ബ്രോണ്ടെ സിസ്റ്റേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, പെൻ നെയിം ഡിഫറെൻ്റ് ആണ്. മേ ബി ചിലപ്പോൾ ഈ ഒരു ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആക്ടൺ ബെൽ എന്ന് പറയുന്നത് ആരുടെ പെൻ നെയിമാണ്? അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആക്ടൺ ബെൽ എന്ന് പറയുന്ന ആരുടെ പെൻ നെയിമാണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. സോ ഇതുപോലുള്ള പെൻ നെയിംസ് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് വേണം ഈ ഒരു സെക്ഷൻ പോകാൻ. ദെൻ വിക്ടോറിയൻ ഡ്രാമയിലേക്ക് വരുമ്പോഴാണ് കോമഡി ഓഫ് മാനേഴ്സ് എന്ന സെക്ഷനിൽ ഓസ്കാർ വൈൽഡ്, ഡിസ്കഷൻ പ്ലേസ് ബൈ ജോർജ് ബെർണാഡ് ഷാ പ്രധാനപ്പെട്ട സെക്ഷനാണ്. ദെൻ ഇതിലൊരു ട്രാൻസിഷനാണ് GM ഹോപ്കിൻസിൻ്റെ ആണ് ഇത് ഇൻസ്കേപ്പ് ആൻഡ് ഇൻസ്ട്രസ്സുള്ള രണ്ട് കോൺസെപ്റ്റ് നിർബന്ധമായിട്ട് പഠിക്കാൻ. ദെൻ സ്പ്രങ് റിതം, എന്താണ് സ്പ്രങ് റിതം? അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഇത് വിൻഡോവർ തന്നിട്ടുള്ളത്. അതിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം ആലോചിക്കുക. ദെൻ സ്പ്രങ് റിതത്തിൽ എന്തുകൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടുന്നത്, അതിൽ എത്ര ലൈൻസ് ആണ് ഉണ്ടാവുക, ഇങ്ങനത്തെ ബേസിക് സാധനങ്ങൾ മാത്രം ഒന്ന് പഠിച്ചിട്ട് പോവുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിൽ ഈ പറയുന്ന ഓരോ സബ് ഹെഡിങ്ങിലും വരുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു മെറ്റീരിയൽസാണ് ആദ്യം ആക്കേണ്ടത്. ആ മെറ്റീരിയൽസ് വായിച്ച് കൃത്യമായി പഠിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, PYQ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ PYQ വർക്കൗട്ട്. ഈ രീതിയിലുള്ളൊരു സ്റ്റഡി മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെതായ റിസൾട്ട് നമ്മുടെ ഈ ഒരു അക്കാഡമി എല്ലാ പ്രാവശ്യവും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനിയും 3 മാസം സമയമുണ്ട്. കൃത്യമായി നിങ്ങൾ മെറ്റീരിയൽ ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഈ വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആ മെറ്റീരിയൽസ് നിങ്ങൾ കൃത്യമായിട്ട് ഇടവേളകൾ തന്നെ വായിച്ച് പഠിച്ച് നിങ്ങളെ മോക്ക് എക്സാം എഴുതി PYQയും കൂടി എക്സാമും കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്തു, ഇല്ലെങ്കിൽ ആ വീഡിയോ ക്ലാസ്സുകൾ കണ്ടതോടുകൂടി തന്നെ മോഡൽ എക്സാം കൂടി അറ്റൻഡ് ചെയ്ത് കഴിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 85% 90% നിങ്ങൾക്ക് സക്സസ് പ്രതീക്ഷിക്കാം. നിങ്ങൾ കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ. കാരണം നമ്മൾ ഓൾറെഡി മെറ്റീരിയൽസ് എല്ലാം ആക്കിക്കഴിഞ്ഞു. ജസ്റ്റ് നമ്മൾ ആക്കിക്കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് താനെ വരില്ല. നിങ്ങളത് ശരിക്കും എന്താ പറയുക, കൃത്യമായ രീതിയിൽ അത് പഠിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക, ആ വീഡിയോസ് കാണാനുള്ളൊരു മനസ്സ് കാണിക്കുക, നിങ്ങൾ ആ ഒരു നമ്മൾ ഉണ്ടാക്കി തന്നിരിക്കുന്ന മെറ്റീരിയൽസ് വായിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അത് നമുക്ക് 100% ഉറപ്പാണ്. അത് എന്തുകൊണ്ടാണ് ഇത്രയും ഉറപ്പോടുകൂടി പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് മുന്നിലുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ്. നമ്മൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ലഭ്യമായിട്ടുള്ള റിസൾട്ട് കൊണ്ടാണ് നമ്മൾ അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി അത്രത്തോളം വിശ്വാസത്തോടും കൂടി നിങ്ങളോടും കൂടി ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. ദെൻ 3ാമത്തെ യൂണിറ്റിലേക്ക് വരാം. അതിൽ പ്രധാനമായിട്ട് 20th സെഞ്ച്വറി ടു കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, അതായത് 20ാം നൂറ്റാണ്ട് മുതൽ ഇല്ലെങ്കിൽ ഒരു മോഡേൺ ഏജ്, അല്ലെങ്കിൽ ഇനി മോഡേൺ ഏജിലൂടെ പോസ്റ്റ് മോഡേൺ ഏജിലൂടെ പിന്നെ കണ്ടംപററി പീരീഡിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു യൂണിറ്റ് 3 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ആലോചിക്കും ഫസ്റ്റ് വേൾഡ് വാർ 1914 to 1918 ആണ് നടന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിട്ടുള്ളത്. ദെൻ അതിൽ തന്നെ നിങ്ങൾ ആലോചിക്കും വാർ പോയറ്റ്സ്, നിർബന്ധമായിട്ട് ചോദ്യമാണ് ആരൊക്കെയാണ് വാർ പോയറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് വാർ പോയട്രി ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയംസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ചിലപ്പോൾ പോയം തന്നിട്ട് അതിൻ്റെ പോയറ്റ് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ ചോദ്യം വരാം. ദെൻ പിങ്ക് പോയറ്റ്സ് നിർബന്ധമാണ്. ആരാണ്, എന്തുകൊണ്ട് അവരെ പിങ്ക് പോയറ്റ്സ് എന്ന് വിളിക്കുന്നു, ആ ഗ്രൂപ്പിൽ ആരൊക്കെയാണ്, അവരുടെ തന്നെ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണ്.
നിർബന്ധമായിട്ട് നോക്കുക. ദെൻ അവാൻഗാർഡ് മൂവ്മെൻറ്റ്, ഒരു പ്രത്യേക എക്സ്പെരിമെൻ്റൽ മൂവ്മെൻ്റ് ആണ് ഈ ഒരു സമയത്ത് നടന്നത്. ദെൻ മോഡേണിസ്റ്റ് പോയട്രിയിൽ ആരൊക്കെയാണ്? അതിലാണ് വരുന്നത് ഹൈ മോഡേൺ എസ്ര പോണ്ട് എന്ന പേര് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിക്കണേ ആര്? ഇമേജിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. എന്താണ് വാട്ട് ഈസ് മെൻറ്റ് ബൈ ഇമേജിസം? അതിൽ തന്നെ ടി.എസ്. ഇലിയറ്റിൻ്റെ ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റ് ഏതാണ്? ക്ലാസിക്കൽ പോയറ്റ് ഏതാണ്? അതിൽ വരുന്നതാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ വെയിറ്റിംഗ് ഫോർ ഗോദ പോലുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആലോചിക്കുക. ദെൻ വേഴ്സ് ഡ്രാമയിലേക്ക് വരുന്നതാണ് ക്രിസ്റ്റഫർ ഫ്രൈ, ടി.എസ്. എലിയറ്റ് പോലുള്ള മൂവ്മെൻറ്റ് പോയട്രി. പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് മൂവ്മെൻറ്റ് പോയട്രിയിൽ. എന്താണ്, ആരൊക്കെയാണ് അതിൽ വരിക? ഫിലിപ്പ് ലാർക്കിൻ്റെയും ദെൻ പ്രധാനപ്പെട്ട വർക്ക്സ് ഏതൊക്കെയാണ്? വിറ്റ്സ് ആൻഡ് വെഡ്ഡിങ്സ് പോലുള്ള വർക്ക്സ് എന്തുകൊണ്ടാണ് ഈ ഒരു സെക്ഷനിൽ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ ആലോചിക്കുക. ദെൻ പിന്നീട് വരുന്നതാണ് ടെഡ് ഹ്യൂഗ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ആനിമൽ പോയറ്റായിട്ട് അറിയപ്പെടുന്നത്? ഹോക്ക് റൂസ്റ്റിംഗ് പോലുള്ള പോയംസ് എഴുതിയത് ആരാണ് എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ദെൻ G.K. ചെസ്റ്റേർട്ടൺ. ദെൻ 20th സെഞ്ച്വറി നോവൽ വിർജീനിയ വുൾഫ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗറാണ്. ദെൻ D.H. ലോറൻസിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് സൺസ് ആൻഡ് ലവേഴ്സ് ഉണ്ട്, വൈറ്റ് പീക്കോക്ക് ഉണ്ട്. അതുപോലുള്ള വർക്ക്സുകൾ എന്താണ്, അതിൻ്റെ ബേസിക്സ് സ്റ്റോറിയിൽ ത്രെഡ് ലൈൻ ഒന്ന് മനസ്സിലാക്കുക. ദെൻ ഡ്രാമ സെക്ഷനിൽ G.B. ഷാ, ജോർജ് ബെർണാഡ് ഷോ തന്നെയാണ് പ്രധാനപ്പെട്ട. ദെൻ ഇതിലാണ് W.B. ഈറ്റ്സിൻ്റെ ആബി തിയേറ്റർ. അതെന്താണ്, ആരാണ് ഇതിന് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള കാര്യം ആലോചിക്കുക. ദെൻ കിച്ചൺ സിങ്ക് ഡ്രാമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അർണോൾഡ് വെസ്കർ, ആംഗ്രി യങ് മാൻ. സോ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ സെക്ഷനാണ്. ദെൻ സാമുവൽ ബെക്കറ്റിൻ്റെ അബ്സേർഡ് തിയേറ്റർ, ഹാരോൾഡ് പിൻറ്ററിൻ്റെ ഇബ്സീനിയൻ തിയേറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ട് നോക്കി വെക്കുക. ദെൻ ഇത്രയാണ് നിങ്ങൾക്ക് ഇത് വരിക മൂന്നാമത്തെ യൂണിറ്റോടുകൂടി പഠിക്കാം. സോ 3 യൂണിറ്റുകളിൽ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്ത് പ്രധാനം? ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഫ്രം ദ ഏജ് ഓഫ് ചോസർ ടു ദ കണ്ടംപററി പീരീഡാണ്. സോ ഇത്രയും സെക്ഷൻ നിങ്ങൾ കൃത്യമായ ഒരു അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നിങ്ങളുടെ കയ്യിൽ സേഫ് ആണെന്ന് ആലോചിക്കുക. മനസ്സിലായില്ലേ? സോ ഇനി നമ്മൾ 4ാമത്തെ യൂണിറ്റ് മുതൽ നോക്കാൻ പോകുന്നത് എന്താ? അമേരിക്കൻ, ഇന്ത്യൻ ആൻഡ് ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്. അതായത് നിങ്ങൾ ആലോചിക്കുക, അമേരിക്കൻ ലിറ്ററേച്ചറിനെ പറ്റി പഠിക്കുന്നത് ഈ ഒരു സെക്ഷനിലാണ്, ഇന്ത്യൻ ലിറ്ററേച്ചറിനെ പറ്റി പഠിക്കുന്നത് ഈ സെക്ഷനിലാണ്. ദെൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ, കനേഡിയൻ, ഓസ്ട്രേലിയൻ പോലുള്ള ലിറ്ററേച്ചേഴ്സ് ഒക്കെ നമ്മൾ ഈ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു യൂണിറ്റിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു യൂണിറ്റ് എന്തായിട്ട് അറിയപ്പെടുന്നത്? ഇറ്റ് ഈസ് കെയിം ടു ബി നോൺ ആസ് വേൾഡ് ലിറ്ററേച്ചർ, ദ ലിറ്ററേച്ചർ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ഓൾ ഓവർ ദ വേൾഡ്. സോ ഇതിൽ നമ്മൾ ആദ്യം ആലോചിക്കും പിൽഗ്രിം ഫാദേഴ്സ്. ഏതായിരിക്കും സെക്ഷൻ? അമേരിക്കൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെയാണ്? റോബർട്ട് ഫ്രോസ്റ്റ് പോലുള്ള, വോൾട്ട് വിറ്റ്മാൻ പോലുള്ള ആൾക്കാർ. അതിൽ തന്നെ വരുന്നതാണ് സെൽഫ് റിലയൻസ് പോലുള്ള വർക്ക്സ് എഴുതിയത്. ട്രാൻസെൻഡൻ്റലിസം എന്ന് പറഞ്ഞ മൂവ്മെൻ്റൊക്കെ ഏത് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടാണ്? അമേരിക്കൻ ലിറ്ററേച്ചറാണ്. ഹാർലം റിനൈസൻസ് പോലുള്ള. ദെൻ ഇന്ത്യൻ ലിറ്ററേച്ചറാണ് പിന്നീട് വരുന്ന മൊഡ്യൂൾ 7 തൊട്ട്. അതിലാണ് നിങ്ങൾ ആലോചിക്കുക ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? മധുസൂദൻ ദത്ത്, ഒറോബിൻഡോ, ടാഗോർ, ടൊറുദത്ത്, സരോജിനി നായിഡു പോലുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിൽ വരുന്ന വ്യക്തികൾ നിസിം എസക്കിയേൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ദെൻ അതിൽ കഴിഞ്ഞ് പിന്നെ വരുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ ഡ്രാമയിലാണ് ആരൊക്കെ വരുന്നത്? നമ്മുടെ ഗിരീഷ് കർണാട്, വളരെ വളരെ പ്രധാനപ്പെട്ട. പിന്നീടാണ് നമ്മൾ ആഫ്രിക്കൻ ലിറ്ററേച്ചറിലേക്ക് വരുന്നത്. അതിൽ തന്നെ പ്രധാന ചിന്നു അച്ചീബിയുടെ ഒക്കെ ഒരു ട്രിലജി ഉണ്ട്. ആ ട്രിലജി എന്ന് പറയുന്നത് ഏതാ? 3 നോവൽസ് ചേർന്ന്. അത് ഏതൊക്കെയാണെന്ന രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ വളരെ പ്രധാനപ്പെട്ട വൊലെ സോയിങ്ക, ദെൻ ന്യൂയി വോ തിയോങ്കോ, ജോൺ പെപ്പർ ക്ലാർക്ക്, ബെൻ ഒക്രി പോലുള്ളവരൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്കൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട, കരീബിയൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട. ദെൻ കനേഡിയനിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ആരൊക്കെയാണ്? സിൻക്ലെയർ റോസ് പ്രധാനപ്പെട്ടതാണ്. ദെൻ മാർഗരറ്റ് ലോറൻസ് പ്രധാനപ്പെട്ടതാണ്. ദെൻ കനേഡിയനിൽ തന്നെ രോഹിൻടൺ മിസ്ട്രി, ജോയ് കൊഗാവ. സോ ഇത് കുറച്ചധികം ശ്രദ്ധിക്കണം. ദെൻ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിലേക്ക് വരുന്നതാണ് ജൂഡിത്ത് റൈറ്റ് പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്, ഒരു എസ്സേ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഫെമിനിസ്റ്റ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ അതെന്താണെന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കുക. ദെൻ നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ തന്നെയാണ് പാട്രിക് വൈറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നീട് മൊത്തത്തിൽ ഒരു ആവറേജ് എന്ന രീതിയിൽ സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചറിനെ മൊത്തത്തിൽ ഒന്നതിൽ പരാമർശിച്ചിട്ടുണ്ട്. സോ നമ്മൾ 4ാമത്തെ യൂണിറ്റിൽ ഫോക്കസ് ചെയ്ത് എന്താണ്? വേൾഡ് ലിറ്ററേച്ചർ. അതിൽ ഏതൊക്കെ രാജ്യങ്ങളിലെ ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? അമേരിക്ക വരുന്നുണ്ട്, ഇന്ത്യൻ വരുന്നുണ്ട്, ആഫ്രിക്കൻ വരുന്നുണ്ട്, കനേഡിയൻ വരുന്നുണ്ട്, ദെൻ ഓസ്ട്രേലിയ. മേജർ കൺട്രീസ് ലിറ്ററേച്ചറായിട്ട് നമ്മൾ ഈ ഒരു 5 രാജ്യങ്ങളിലെ ലിറ്ററേച്ചറാണ് ബ്രിട്ടീഷ് എന്നല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. നമ്മൾ 5ാമത്തെ യൂണിറ്റ് കൃത്യമായി നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ELT, ദെൻ ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ് പോലുള്ള ഏരിയാസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഈ ഒരു സെക്ഷനിലാണ്. സോ ഇതിൽ തന്നെ ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾ സൗണ്ട് സിസ്റ്റം, ഫോണറ്റിക്സ്, ഫോണോളജി,
ദെൻ മോർഫോളജിയെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ലാംഗ്വേജ് എന്ന രീതിയിൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത് ലിംഗ്വിസ്റ്റിക്സ്. അതിൽ തന്നെ വരുന്ന സബ് ഡിവിഷൻസ് ഒക്കെ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ദെൻ ഓരോ പ്രാവശ്യം വന്നിട്ടുള്ള ചേഞ്ചസ്, ഓരോ ഡിഫറെൻറ്റ് ഏജസിലും ഡിഫറെൻറ്റ് പീരീഡിലും നമ്മുടെ ഭാഷയിൽ സംബന്ധിച്ച മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ കൃത്യമായി പറയുന്നത്. അത് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറിയായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, ദെൻ ഇംഗ്ലീഷ് അറ്റ് ദ റിനൈസൻസ് എന്നുപോലുള്ള പേരുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ടീച്ചിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എപ്രകാരമാണ് ഇംഗ്ലീഷ് ടീച്ചിങ് ആരംഭിച്ചത്, അതൊരു കുറച്ച് ഹിസ്റ്റോറിക്കൽ ഡേറ്റാണ്. അതിൽ തന്നെ ജോൺ മെക്കോളെ പോലുള്ള ആൾക്കാരുടെ സ്വാധീനം, കോൺട്രിബ്യൂഷൻസ് എപ്രകാരമായിരുന്നു എന്നൊക്കെ നോക്കുക. ദെൻ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ESL. ദെൻ മെത്തേഡ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. എനിക്ക് തോന്നുന്നു BEd കഴിഞ്ഞവരാണ് പ്രധാനമായിട്ട് ഈ ഒരു എക്സാം എഴുതുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഇതേപോലുള്ള മെറ്റീരിയൽസ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ BEd പഠിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കുറച്ചും കൂടി കുറച്ചും കൂടി സപ്പോർട്ടീവാണ്, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ട്ലി എന്ന രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നു. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ദെൻ ലാസ്റ്റ് യൂണിറ്റ് നോക്കാം, അതാണ് ഇത് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം. പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് വെച്ചാൽ ഇത് ഞാൻ എങ്ങനെ സ്കിപ്പ് ചെയ്യാമെന്നായിരിക്കും ചിലപ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഈ സിലബസ് കാണുമ്പോൾ തന്നെ പലരും ചിന്തിക്കുക. ഒരു പ്രെജുഡീസ്ഡ് മൈൻഡോടുകൂടി ആയിരിക്കും മേ ബി യു വിൽ അപ്രോച്ച് ദിസ് പെർട്ടിക്കുലർ യൂണിറ്റ്. അതായത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ചും കൂടി ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്താണ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, അവരുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ്സ്, ട്രാജഡീനെ എങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, വാട്ട് ഈസ് ദ പേർപ്പസ് കൺസേൺ വിത്ത് ലിറ്ററേച്ചർ, അതായത് ഓരോ സാഹിത്യ രചനകളുടെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്താണ്, ഗോൾ എന്താണ്, പ്ലേറ്റോ എങ്ങനെയാണ് ലിറ്ററേച്ചറിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ആർട്ടിസ്റ്റ് വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി പോലുള്ളതൊക്കെ ഡെഫിനിഷൻ ആര് തന്നു, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഈ ഒരു തിയറിയിലെ ക്രിറ്റിസിസം, ഇല്ലെ ഗ്രീക്ക് ക്രിറ്റിസിസം പോലുള്ള സെക്ഷൻ നിങ്ങൾ നോക്കുക. ഓരോരുത്തരുടെയും ക്രിട്ടിക്കൽ അപ്രോച്ച്, അതിൽ തന്നെ വരുന്ന മാത്യു അർണോൾഡ് വളരെ പ്രധാനപ്പെട്ടാണ്. വില്യം എംസൻ്റെ 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റി എന്താണ്, ക്ലെൻത് ബ്രൂക്സ്, ദെൻ IA റിച്ചാർഡ്സ്. ദെൻ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലേക്കൊക്കെ വരുമ്പോൾ ഡെത്ത് ഓഫ് ദ ഓതർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശം. ദെൻ വിർജീനിയ വുൾഫിൻ്റെ ഫെമിനിസ്റ്റിക് ആസ്പെക്ട് ക്രിറ്റിസിസം ഉണ്ട്. ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി, ജൂഡിത്ത് ബട്ട്ലർ. ഞാൻ പറഞ്ഞില്ല, ജൂഡിത്ത് ബട്ട്ലർ നമ്മൾ എവിടെ കണ്ടതാണ്, കഴിഞ്ഞ അതായത് യൂണിറ്റ് നമ്പർ 4 നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു പേര്. ദെൻ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക്സ് ആരൊക്കെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ ദളിത് ഈസ്തെറ്റിക്സ്, കൾച്ചർ സ്റ്റഡീസ്, ദെൻ ഗ്രീൻ സ്റ്റഡീസ്, ഇന്ത്യൻ ഈസ്തെറ്റിക്സ്. അതിൽ വരുന്ന കുറച്ച് ഇന്ത്യൻ ഈസ്തെറ്റിക്സ് അത്ര ചോദ്യങ്ങൾ വന്നില്ലെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അതിൽ തന്നെ ഈ പറയപ്പെടുന്ന ഭാവ, വക്രോക്തി, ഔചിത്യ, ധ്വനി, അനുമാന, രീതി പോലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് പ്രധാനമായിട്ടും കണ്ടത് എന്താണ്, ക്രിറ്റിസിസം ഇല്ലെങ്കിൽ ലിറ്റററി തിയറി സെക്ഷനാണ്. സോ ഇതാണ് നിങ്ങൾ എൻ്റെ സിലബസിൽ നമ്മളിന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽഡായിട്ട് അത്യാവശ്യം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആലോചിക്കാം, 1 to 3 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറും, 4th യൂണിറ്റ് എന്ന് പറയുന്നത് വേൾഡ് ലിറ്ററേച്ചറും, 5th യൂണിറ്റ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങും, ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസമാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 6 യൂണിറ്റുകളെയും തന്നിരിക്കുന്ന സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന സബ് ടോപ്പിക്സിനെ പറ്റി നിങ്ങൾ കൃത്യമായിട്ടൊരു മെറ്റീരിയൽ ആദ്യം പ്രിപ്പയർ ചെയ്യണം. ആ മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് കൃത്യമായി ഉണ്ടാക്കി വെച്ച മെറ്റീരിയൽസ് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ PYQ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കൃത്യമായൊരു നല്ല രീതിയിൽ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ അവസാനം നല്ല രീതിയിലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ അത് സഹായിക്കും. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ഒരിക്കലും തെറ്റ് വരാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ആലോചിക്കും, പല സോഴ്സുകളിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ വരാം. അത് ഒഴിവാക്കാനാണ് ഒരു കൃത്യമായ ഒരു ഗൈഡ് ചെയ്യുന്ന നല്ലൊരു കോച്ചിങ്ങിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു അനിവാര്യത എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യമായി ഈ ഒരു 3 മാസം കൃത്യമായി സ്ട്രക്ചേർഡായിട്ടും ഈ ഒരു സമയം വളരെ വിലയേറിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനി വരുന്ന ഈ ഒരു 3 മാസം സെറ്റ് ഇംഗ്ലീഷും അതോടൊപ്പം സെറ്റ് ജനറൽ പേപ്പർ 1-നും കോച്ചിങ് നിങ്ങൾക്ക് ലഭ്യമാണ്. താരതമ്യേന കുറഞ്ഞ ഫീസിൽ തന്നെ, അത് എടുത്തു പറയുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് മറ്റേത് അക്കാഡമിക്കാളും നല്ലൊരു കാലഘട്ടം നമ്മൾ ഈ ഒരു വാലിഡിറ്റി പീരീഡായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ സെറ്റ് ജനറൽ പേപ്പർ 1-ൻ്റെ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെയാണ്, എങ്ങനെയാണെന്ന് പറഞ്ഞ് ഡീറ്റെയിൽ സിലബസ് അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം. സോ അതൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഈ സെറ്റ് ഇംഗ്ലീഷിലെ സെറ്റ് ജനറൽ പേപ്പർ 1 തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവരിൽ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത് അത്യാവശ്യം മനസ്സിലായി തന്നെ വിചാരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇത് ഡിസ്കസ് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ പല ചോദ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു വീഡിയോ കാണുന്ന പലർക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കാം. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷുവർ അക്കാഡമി. താങ്ക് യു ഓൾ.